ഹലോ! എല്ലാവർക്കും നമസ്കാരം. അപ്പൊ രാവിലെ തന്നെ അമ്മല് വിളിച്ചിട്ട് നമുക്ക് ഇന്ന് ചൂണ്ടയിടാൻ പോയാലോന്ന് ചോദിച്ചപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. ചൂണ്ടയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനും അവനോട് നേരെ നമ്മുടെ നാട്ടിന് തൊട്ടടുത്തുള്ള ഒരു കനാലിലേക്ക്, കൈപ്പുറത്ത് പാലം കനാലിലേക്ക് പോയിട്ടോ. നമ്മളെ കൈപ്പുറത്ത് പാലം മറ്റേ എടാ ഇത് കനാലല്ലേ സംഭവം? കനാലല്ലേ. അപ്പോൾ ഇവിടെയാണ് ചൂണ്ടയിടുന്നത്. അവിടെ ഞണ്ടിനെയൊക്കെ പിടിക്കുന്നുണ്ട് കുളത്ത്. ഇത് യൂട്യൂബ് നോക്കുക, ചൂണ്ട കിട്ടുന്ന കള്ള നമുക്ക് ചൂണ്ടയിടാന്ന് അറിയാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചൂണ്ടയിട്ടെ. അങ്ങനെ ഈ യൂട്യൂബൊക്കെ നോക്കിയുള്ള ചൂണ്ടകെട്ടൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടോ. മീൻ കിട്ടുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഒപ്പിച്ച് കുളത്തൊക്കെ വെച്ച് ഞങ്ങൾ കെട്ടി തീറ്റയൊക്കെ പതിയെ അതിൻ്റെ മുകളിൽ കോർത്തിട്ട് ലൈവായിട്ടുള്ളതൊന്നല്ല കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്നത്. വീട്ടിൽ നിന്ന് തന്നെ മൈദയും മഞ്ഞളും മിക്സ് ആക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ മാവൊക്കെ കൂട്ടിയുമ്പോൾ ചൂണ്ടിടാൻ പോവാ. മാവോ മൈദല്ലേ കിട്ടും. അപ്പോൾ ഫസ്റ്റ് കാസ്റ്റിംഗ് തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. സോറി, കാസ്റ്റിംഗ് അല്ല, ഏറ്. ആദ്യത്തെ ഏറ് തന്നെ കാര്യം നമുക്ക് എത്തി. ഇവിടുന്ന് നമുക്ക് കാര്യമായിട്ട് മീനൊന്നും അടിക്കാൻ പോണില്ല. അപ്പൊ അതിന്റെ ഒരു സന്തോഷമായിട്ടോ അവന്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വൈകിപ്പിച്ചില്ല, നേരെ അടുത്ത സ്പോട്ടിലേക്ക് പിടിച്ച് നമ്മുടെ ചൂണ്ടയും റീലും ഒക്കെ എടുത്തിട്ട് അടുത്ത മാസം എന്തായാലും ഒരു ചൂണ്ട വാങ്ങുന്ന കാര്യത്തിനെ പറ്റിയിട്ട് തീരുമാനമാക്കാം. അങ്ങനെ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഓൻ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ അന്നശ്ശേരിയുള്ള കനാലിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സെറ്റപ്പിനെ പറ്റി പറയണ ഒരു രക്ഷയില്ല. അജ്ജാതി വൈബാണ്. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചൂണ്ടണമെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരി. ഇവിടെ ചൂണ്ടിട്ടാൽ മീൻ കിട്ടുമെന്നും കൂടി അറിയില്ല. ഇവിടെ മീനുണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇവിടെ ഇതിന്റെ മുന്നേ ചൂണ്ടിട്ട് മീനെ കിട്ടിയവരൊക്കെ ഉണ്ടോ എന്ന് കമന്റ് ചെയ്യട്ടാ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നോണ്ട് തന്നെ കനാലിലുള്ള വെള്ളമൊക്കെ എടുത്ത് ആ പാടം നിറയെ വെള്ളം നിറഞ്ഞിരിക്കുക കേട്ടോ. ഒരുപാട് പേര് വന്ന് നീന്തുന്നുണ്ട്. അല്ലാതെ കുറെ ആളുകളും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പതിയെ നടന്നു തുടങ്ങി കേട്ടോ. കാരണം ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലാന്ന് അവൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ കനാലിന്റെ സൈഡിൽ കൂടെയുള്ള വരമ്പിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുഴുവൻ ഈ പാടം നിറച്ചും വെള്ളം നിറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് കേട്ടോ. ഫുള്ള് തെങ്ങും തോപ്പും കവുങ്ങൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ കനാലിലാണ് ചൂണ്ടിടാൻ വരുന്നത്. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ പണിവാളും. നമ്മൾ വന്ന വഴിയൊക്കെ വെള്ളം നിറഞ്ഞ് വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. ഹെവി മഴയൊന്നും പെയ്യാതിരുന്നാൽ മതി. അത്യാവശ്യം അടിപൊളി സ്പോട്ടാട്ടോ. നമ്മളെ ചെക്ക നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് തിരിഞ്ഞു നോക്കുന്നില്ല. ഫുള്ള് തെങ്ങും തോപ്പും കവുങ്ങൊക്കെയാണ്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ കനാലിൻ്റെയും പാടത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് നല്ലതുപോലെ കവർ ചെയ്തെടുക്കാൻ പറ്റിട്ടോ. ഇത് എത്രത്തോളം ഭംഗിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം നന്നായിട്ട് തന്നെ എത്തിക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള തിണ്ടിൽ കൂടെ. എടാ ഇതിനെ വെള്ളത്തിലിട്ടേക്കട്ടെ അമരെ. അടിച്ച് പൊട്ടിക്കാനോ? എന്നിട്ട് ഇറച്ചിയെടുക്ക്. എന്തൊക്കെ വിനോദങ്ങളാട്ടോ ചെങ്ങായി. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുള്ള ചൂണ്ടയെടുത്തിട്ട് കൈ ചൂണ്ടയെടുത്തിട്ട് 1, 2 സ്ഥലത്ത് എറിഞ്ഞു നോക്കിട്ടോ. ആദ്യം ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തേക്കാണ് എറിഞ്ഞത്. അവിടെ എറിഞ്ഞിട്ട് കാര്യമായിട്ടൊരു കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ ഒഴുക്കുള്ള സ്ഥലത്ത് പാലത്തിന്റെ അടിയിൽ കുറച്ച് മീനുകളെ കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇട്ട് നോക്കി. അവിടൊന്നും കാര്യമായിട്ട് സ്ട്രൈക്കൊന്നും ഉണ്ടായില്ല. അതൊന്നും പോരാഞ്ഞിട്ട് വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ നേരെ അടുത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇതൊരു പക്കാ പാടം തന്നെയാട്ടോ. ആ കനാലിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഈ പാടത്ത് വയലിലങ്ങ് നിറഞ്ഞു നിൽക്കുക. പോകുന്ന വഴിക്ക് ഏതോ പക്ഷിയുടെ മുട്ടയാന്ന് തോന്നുന്നു ഈ പാടത്ത് വെള്ളത്തിന്റെ ഇടയിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേറെ എന്തിൻ്റെയും ആണോന്നും അറിയില്ല കേട്ടോ. ഈ പാടത്തെത്തിയ സമയത്താണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അവിടെ കുറേ ചേട്ടന്മാർ ചൂണ്ടയിട്ടിരിപ്പുണ്ട്. അതായത് ഈ പാടത്ത് വലിയ പൊത്തുകളുണ്ടാവും. ആ പൊത്തിൽ വലിയ വലിയ മീനുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് അവിടെ ചൂണ്ടയിട്ടിരിപ്പുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചിട്ട് നേരെ മുന്നോട്ട്. കാരണം അപ്പുറത്ത് ഇതിനേക്കാളും നല്ല വൈബ് കിട്ടുന്ന സ്പോട്ട് ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ നമ്മൾ വന്ന പരിപാടി നടന്നില്ല കേട്ടോ. നമുക്ക് മീനൊന്നും കിട്ടിയില്ല കാര്യമായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ആദ്യമായിട്ടുള്ള ഇതിൻ്റെ മുന്നേയും പോയിട്ടുണ്ട്. പക്ഷേ അന്നും കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇനി ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ചൂണ്ടയിടുന്ന ടീമിനെയും കൂട്ടിയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ഏത് നമ്മളെ കൂട്ടത്തിൽ തന്നെ കമ്പനിക്കാരുണ്ടാവും. പക്ഷേ ഈ ലൊക്കേഷനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി സ്ഥലം കേട്ടോ. ഇജ്ജാതി സ്ഥലം. ചൂണ്ടയിടാൻ പറ്റി. ഈ മഴക്കാലത്ത് ഈ ചിറാപ്പുഞ്ചിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ശരിക്കും ഇവിടുന്ന് അതിന് ഷൂട്ട് ചെയ്യേണ്ട അത്രയും ടോപ്പ് വ്യൂസാണ്, അത്രയും ടോപ്പ് ഫ്രെയിമുമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടിക്ക് നിർത്തി ഞങ്ങൾ മെല്ലെ പോവാണ്. ഇവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏട്ടനുണ്ടായിരുന്നു ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു പൊളിജാതി സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതെന്താണ് ഏട്ടാ? മണ്ണിര് മലിഞ്ഞിരല്ലേ? ഇത് കഴിക്കാൻ പറ്റുന്ന സാധനം? ഓ,
നമ്മൾ വരുന്ന വഴിക്ക് ഒരു വലിയ പാടത്തെ പൊത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ പൊത്തിൽ ചൂണ്ടയിട്ടിരുന്ന ഏട്ടന്മാരിൽ ഒരാളാണ് ട്ടോ ഈ പുള്ളി. ആ പുള്ളിക്ക് ആ പൊത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ മീനിനെ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ട്ടോ. ഒരുപക്ഷെ ചൂണ്ടയിടുന്നവർക്ക് ഇതൊരു സർവ്വസാധാരണമായ കാര്യമായിരിക്കും. എന്തോ മലിഞ്ഞിൽ എന്നാണ് പുള്ളി ഇതിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മരുന്നാണെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ പുള്ളി അതിന്റെ തലയടിച്ച് പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ആ ചൂണ്ടക്കുളത്തൊക്കെ എടുക്കുന്ന പരിപാടിയായിരുന്നു. അതൊന്നും പിന്നെ ഞാൻ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. കൊണ്ടുവന്ന തീറ്റയൊക്കെ മീനിന് കൊടുക്കുന്ന അമല് കൊടുക്കടാ. മീനിന്ന് പൊറാട്ടയാണ്. മീൻ പൊറാട്ട എന്ന് ജീവിക്കട്ടെ. നമുക്ക് മീനൊന്നും കിട്ടിയില്ല, അപ്പോൾ നമുക്ക് സങ്കടമൊന്നും ഇല്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അങ്ങനെയല്ല അമ്മലെ. അപ്പോൾ എന്തായാലും ഈ പരിപാടി നിർത്തുന്നൊന്നുമില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഞങ്ങൾ വരും, മീൻ കിട്ടുന്നവരെ വന്നിരിക്കും. അപ്പം നല്ലൊരു പ്രൊഫഷണൽ നമ്മൾ കൂടെ കൂട്ടണടാ ആരെങ്കിലും. അയ്യോ, അതുകൊണ്ടാണ് ഇപ്പോൾ കരിമീനും ഒക്കെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക.